കൂടെ പിടിച്ചോണേ. പിടിച്ചാ മതി കൊണ്ട്. അച്ഛാ കട്ടൻ ചായ പിടിക്കണ? മധുരമൊക്കെ ഉണ്ടോ? ആണാ? പിന്നെ കുഴപ്പത്തോ, ഞാൻ ചേച്ചിയും കൂടി ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നേ. അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന കൂട്ടത്തില് ചേച്ചി പറഞ്ഞേ. ചേച്ചി എന്ത് പറഞ്ഞു? ഞാൻ എന്താ പറഞ്ഞു? അപ്പൊ ചേച്ചി പറഞ്ഞ് അച്ഛന് ഭയങ്കര ലോകവിവരം കൂടുതലാണെന്ന്. അത് കറക്റ്റാണ് ചേച്ചി പറഞ്ഞത്. നിനക്കിപ്പോ എന്താ അറിയേണ്ടത്? കറണ്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയണോ? 2 മലകൾക്കിടയിൽ ഡാം കെട്ടി തിരിച്ചു. അല്ല ഡാം അല്ല, കരണ്ട് അല്ല എനിക്കറിയണ്ടേ. പിന്നെന്താണ്? ട്രാൻസ്ഫോമറെ പറ്റിയാണോ? അല്ല വയറിങ്ങിനെ പറ്റിയാണോ? അല്ലെന്ന്. പിന്നെന്താണ്? ഞാൻ പറയാം, എനിക്കൊരു ഗ്യാപ്പിതാ. ഫുട്ബോളിനെ പറ്റി അച്ഛനറിയാമോ? പിന്നെ അതിനകത്ത് ഈ വേൾഡ് കപ്പ് എന്ന് പറയുന്ന സംഭവം ഇപ്പൊ നടന്നുകൊണ്ടിരിപ്പുണ്ട്. അത് അച്ഛനറിയാമോ? എന്താ കേശു, എല്ലാ വർഷവും വേൾഡ് കപ്പ് കാണുന്ന ഒരാളല്ലേ അച്ഛൻ? എല്ലാ വർഷവും വേൾഡ് കപ്പ് കാണുന്ന ഒരാളായിരുന്നു അച്ഛൻ പണ്ട്. ഇപ്പോഴല്ല കേട്ടോ, പണ്ട്. ഈ പരിപാടി കുറെ കൊല്ലങ്ങളായിട്ട് 4 വർഷം കൂടുമ്പോഴേ ഉള്ളൂ. അച്ഛൻ തെറ്റിപ്പോയതാണ്. ക്ലബ് ഫുട്ബോളാണ് അച്ഛൻ ക്ലബ്. എടാ, അതും മാത്രമല്ല, കോളേജിൽ പഠിക്കുമ്പോ അച്ഛനൊരു ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു. പിന്നെ അച്ഛനെ അന്ന് പിള്ളേര് എന്താ വിളിച്ചിരുന്നറിയാമോ? ജൂനിയർ മറഡോണ. എനിക്ക് വയ്യ. ഇങ്ങനെ വെട്ടിച്ചു പോകണ അച്ഛൻ. എങ്ങനെ? ഇങ്ങനെ ഈ സിസർ അന്ന് വന്നിട്ടില്ല. അന്ന് സിസർ കട്ടില്ല. കണ്ടാ, ഞാൻ പറഞ്ഞില്ലേ? അച്ഛാ, സംഭവം എന്താണെന്ന് വെച്ചാല്, നമ്മൾ ഈ ഫുട്ബോൾ കളി ഞാനും അളിയനും കൂടി ഇരുന്നാണ് ഇവിടെ കണ്ടോണ്ടിരുന്നത്. അപ്പൊ പെട്ടെന്ന് അളിയൻ അങ്ങ് പോയി, ആവശ്യം എന്ന് പറഞ്ഞിട്ട് പോയില്ലേ. അതുകൊണ്ട് എനിക്ക് ഒറ്റയ്ക്കായി പോയി. ഞാൻ ഒറ്റയ്ക്കായി പോയി. ഫുട്ബോൾ കളി കാണാൻ എനിക്ക് ആരും കൂട്ടില്ല. അപ്പൊ അച്ഛൻ ഇതിനോട് വല്ല താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ചിരുന്ന് ഫുട്ബോൾ കളി കാണാം എന്നുള്ളൊരു പ്ലാനായിട്ട് ഞാൻ വരുമായിരുന്നു. താല്പര്യം ഉണ്ടോന്നോ? എടാ, നീ വിളിക്കാഞ്ഞിട്ടല്ലേ നമുക്ക് ഒരുമിച്ചിരുന്ന് കളി കാണാലോ. എപ്പോഴാണ് കളി? രാത്രി. എത്ര മണിക്ക്? സിമ്പിൾ. 12:30, ചിലപ്പോ 1:30, ചിലപ്പോ 2:30, ചിലപ്പോ 3:30, ചിലപ്പോ 4:30, ചിലപ്പോ ഒരു 7:00 വരെയൊക്കെ പോകും. അത്രേ ഉള്ളൂ. നേരം വെളുക്കും വരെയിട്ടല്ലേ? ചിലപ്പോ. എന്താണ് ഭയങ്കര സംസാരാണല്ലോ? അല്ല, ഇവനെ ഫുട്ബോൾ കളി കാണാൻ ഇവനൊരു കമ്പനി ഇല്ലാന്ന്, എന്നോട് കമ്പനി കൊടുക്കണമെന്ന് പറയാൻ വേണ്ടി. അത് കുഴപ്പമില്ല. എപ്പോഴാ? രാത്രിയാ, 12:30 മണിക്ക് നേരം വെളുക്കും വരെ ഉണ്ടെന്നാ പറയണത്. അപ്പൊ നിങ്ങക്ക് ഉറങ്ങാൻ പറ്റുമോ? നിങ്ങൾ എന്ത് വിചാരിച്ചിട്ടാ? നിങ്ങക്ക് വല്ല അസുഖം വരുവേട്ടാ? സീത എന്താണ് ഈ പറഞ്ഞത്? ഞാൻ ഇപ്പോഴും ഫിസിക്കലി ഫിറ്റാണ്. പിന്നെ രാവിലെ ജോഗിങ്ങിന് പോയപ്പോ ഓട്ടം കാണണമായിരുന്നു. ഞാൻ പുറകെ ഓടിട്ട് എനിക്ക് കിട്ടണില്ല, ഇങ്ങനെ പറന്ന് പോവായിരുന്നു. പിന്നെ ചില കസർത്തൊക്കെ കാണിക്കണ കണ്ടിട്ടേ ഞാൻ അയ്യോ എന്നായി പോയി. ഈ കസർത്തും ജോഗിങ്ങും ഒന്നും പോലെയല്ല ഉറക്കളച്ചിരുന്ന് TV ആണെന്ന്. അതൊന്നും ശരിയാകത്തില്ല. സീതയെ നിനക്കറിയില്ലാഞ്ഞിട്ടാണ്. ലോകത്തിലെ ഏറ്റവും ജനപ്രിയമാർന്ന ഒരു സ്പോർട്സ് ആണ് ഫുട്ബോൾ എന്ന് പറയുന്നത്. പക്ഷേ പഴയകാല കളിയാണ് കളി. അന്നൊക്കെ മറഡോണ, പെലെ ഒക്കെ എന്താ കളിയായിരുന്നു അറിയാമോ? അന്നത്തെ ആവേശമൊന്നും ഇപ്പോഴത്തെ കളികൾക്കില്ല. ഇപ്പോഴത്തെ കളിക്കാരുടെ പേരൊക്കെ അച്ഛനറിയോ? അതാ അങ്ങനെ ചോദിക്കണത്. അച്ഛക്കറിയാലോ. നെയ്മർ, മെസ്സി, റൊണാൾഡോ, പോർച്ചുഗൽ. അച്ഛാ, റൊണാൾഡോയുടെ ടീമാണ് പോർച്ചുഗൽ. അത് തന്നെയാണ് അച്ഛൻ പറഞ്ഞത്. റൊണാൾഡോ പോർച്ചുഗൽ. അങ്ങനെ എന്തൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഉറക്കളച്ച് ഫുട്ബോൾ കാണണ്ട. മരുന്നുള്ളതല്ലേ രാത്രിയില്? മരുന്ന് കഴിച്ചിട്ട് ഉറക്കളിക്കാൻ പറ്റുമോ? സ്ഥിരം ചുമ്മാ എന്നെ രോഗിയാക്കരുതട്ടാ. ഇത് ഏതാണ്ട് നമ്മള് എടാ നമുക്ക് രാത്രി ഫുട്ബോൾ കാണാം. അച്ഛക്ക് ഒരു കുഴപ്പമില്ലടാ, അച്ഛൻ ഫിസിക്കലി ഫിറ്റാണ്. നീയേ എനിക്ക് മോളെ ആ കുഴമ്പ എവിടെ വെച്ചേക്കണത്? അകത്തുണ്ട്. ഒന്നും കിടുവാ. ഫുട്ബോൾ കളിക്കാർ വന്നു. എന്താ ഉദ്ദേശം? സംഭവം പ്രത്യേകിച്ചൊന്നുമില്ല, സിമ്പിൾ പരിപാടി. വന്നേ, അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് കേൾക്കാൻ. ചേച്ചി, സംഭവം പ്രത്യേകിച്ചൊന്നുമില്ല, സിമ്പിൾ പരിപാടി. രാത്രി ഒരു 12:30 ആകുമ്പോഴത്തേനെ കളി തുടങ്ങും. പിന്നെ അങ്ങനെ പോയാലും ഇവിടെ ഓവർ ടൈം അത് ഇത് മറ്റേത് മറിച്ചത് എല്ലാം കൂടെ കയറി വരുമ്പോഴത്തേനെ
ഒരു 3:30 കുറഞ്ഞത് കളി തീരാൻ വേണ്ടി. ആ സമയം കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ കുഴപ്പമുള്ളത്തച്ഛൻ എങ്ങനെ പോയാലും വെളുപ്പിന് എണീച്ച് നടക്കാൻ പോകില്ല. അപ്പം ഞാൻ സേഫ്, കുഴപ്പമുള്ളത്തച്ഛൻ്റെ സേഫ്. എടാ അച്ഛനീ കാണുന്ന ചാട്ടം മാത്രമേ ഉള്ളൂ, വല്ല അസുഖവും വരൂടാ. അത് രാവിലെ കിടന്ന് ഉറങ്ങാമല്ലോ. മാത്രമല്ല രാത്രി ഉറങ്ങിയില്ലെന്ന് വെച്ചോണ്ട് അത്ര വലിയ അസുഖമൊന്നും വരാൻ പോണില്ല. കാര്യം ഞാൻ പറഞ്ഞേക്കാം, അച്ഛൻ വലിയ കളി കാണാതിരുന്നില്ലെങ്കിൽ രാവിലെ ഇന്ന് നടക്കാൻ പോയതുപോലെ ഇനി എല്ലാ ദിവസവും ഞാൻ നടക്കാൻ പോയി ഞാൻ നടന്നോളുന്നു തീരത്തേ ഉള്ളൂ. അല്ല എന്നാലും അച്ഛൻ രാത്രി മരുന്നൊക്കെ കഴിക്കണല്ലേ, ഉറക്കമൊക്കെ ഒളിച്ചു അത് പ്രശ്നവും. ഉറക്കമുള്ള മരുന്ന് കഴിക്കാമല്ലോ, രാവിലെ കഴിക്കണ്ട. ഷിഫ്റ്റ് ചെയ്യ്. പ്രത്യേകിച്ച് കുഴപ്പമൊന്നും പറ്റില്ല. സിമ്പിൾ സേഫ് ഉണ്ട് ഇവിടെ. ചിരി എനിക്കൊരു ചിരിയൊന്നും വരുന്നില്ല, എന്നാലും കുഴപ്പമില്ല, നോക്കാം. ഓക്കെ അല്ലേ? ആ സേഫ്. ചേച്ചി, കേശവന് കാഞ്ഞ ബുദ്ധി തന്നെ. രാത്രി മുഴുവനും അച്ഛനെ കൊണ്ട് ഫുട്ബോൾ കളി കാണിച്ചിട്ട് രാവിലെ കിടത്തി ഉറക്കാനുള്ള പരിപാടിയാ. ബുദ്ധി ശരിയാ, കാഞ്ഞ ബുദ്ധി തന്നെയാ.